ഗൈസ്, കോമേഴ്സ് ലോഗ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് +2 ബിസിനസ് സ്റ്റഡീസ് ഫസ്റ്റ് ചാപ്റ്ററാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് ഫസ്റ്റ് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യുകയാണ് ഈ ക്ലാസ്സിൽ. ഈ ചാപ്റ്ററിൽ നിന്ന് എസ്എ ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. കൂടുതൽ 6, 4 പിന്നെ 1 വേർഡ്സ് ആണ് കൂടുതലായിട്ടും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാറ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ്, Volkswagen, a famous car manufacturing company, decided to call back some of its model due to poor pollution standards. By doing so, they upheld one of the objectives of management. Briefly explains the objectives of management in the light of above action. ഓക്കെ, അപ്പം കമ്പനി മലിനീകരണം ഉണ്ടാക്കുന്നു എന്ന കാരണത്താൽ ചില കാറുകൾ ആ ഒരു കമ്പനി പിൻവലിച്ച ആ മോഡൽ. അപ്പോൾ ഏത് ഒബ്ജക്റ്റീവാണ് ബിസിനസ്സിൻ്റെ ഏതൊരു ഒബ്ജക്റ്റീവാണ് അവിടെ വരുന്നത്? സോഷ്യൽ ഒബ്ജക്റ്റീവ്, സൊസൈറ്റിയോടുള്ള ഒബ്ജക്റ്റീവാണ് പൊല്യൂഷനൊന്നും ഉണ്ടാക്കാതിരിക്കുക. സോഷ്യൽ ഒബ്ജക്റ്റീവാണ് വരുന്നത്. ഈ ക്വസ്റ്റ്യൻ തന്നെ ബാക്കി എല്ലാ ഒബ്ജക്റ്റീവ്സും ഡിസ്ക്രൈബ് ചെയ്യുക. ബ്രീഫ്ലി എക്സ്പ്ലെയിൻസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ എല്ലാ ഒബ്ജക്റ്റീവ്സും ഡിസ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒബ്ജക്റ്റീവ്സ് എല്ലാം ഡിസ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയും ഇങ്ങനെയൊരു ക്വസ്റ്റ്യൻ അല്ല, അത്യാവശ്യം ഒരു 4 മാർക്ക് തൊട്ടുള്ള ഏതൊരു ക്വസ്റ്റ്യനും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മാനേജ്മെൻറ്റ് എന്താണെന്ന് എഴുതാം. മാനേജ്മെൻറ്റിൻ്റെ ഒരു സിമ്പിൾ ഡെഫിനിഷനാണ് മേരി പാർക്കർ ഫോലറ്റിൻ്റെ. മാനേജ്മെൻറ്റ് ഈസ് ദ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കലയാണ് മാനേജ്മെൻറ്റ്. ഓക്കെ, ഇനി ഓരോ ക്വസ്റ്റ്യനും അനുസരിച്ചുള്ള ആൻസർ എഴുതുക. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? മാനേജ്മെൻറ്റിന് മെയിനായും 3 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഒന്ന്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അഥവാ സംഘടനാപരമായ ലക്ഷ്യങ്ങൾ. സെക്കൻഡ്, സോഷ്യൽ ഒബ്ജക്റ്റീവ് അഥവാ സാമൂഹികപരമായ ലക്ഷ്യങ്ങൾ. തേർഡ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ് അഥവാ വ്യക്തിഗതമായ ലക്ഷ്യങ്ങൾ. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ വളർച്ചയായിട്ട് ബന്ധപ്പെട്ട് 3 ലക്ഷ്യങ്ങളാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് വരുന്നത്. സർവൈവൽ, ഗ്രോത്ത്, പ്രോഫിറ്റ്. ആ ഒരു ബിസിനസ്സിനെ നിലനിർത്തുക, ബിസിനസ്സിന് വളർച്ചയുണ്ടാക്കുക, ബിസിനസ്സിന് ലാഭമുണ്ടാക്കുക. ഇത് 3ആണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഇനി സോഷ്യൽ ഒബ്ജക്റ്റീവ് സൊസൈറ്റിയോടുള്ള പൊല്യൂഷനൊന്നും ഇല്ലാതിരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ കണ്ടതൊരു സോഷ്യൽ ഒബ്ജക്റ്റീവായിരുന്നു. അതുപോലെ മറ്റ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആണ് ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ്, കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് സൃഷ്ടിക്കുക, ചാർജ് ഫെയർ പ്രൈസസ്, ന്യായവില പ്രൊഡക്ട്സിന് ഈടാക്കുക, സെൽ ക്വാളിറ്റി ഗുഡ്സ്, നല്ല ഗുണമേന്മയുള്ള സാധനങ്ങൾ സൊസൈറ്റിക്ക് കൊടുക്കുക. ഇതൊക്കെയാണ് സോഷ്യൽ ഒബ്ജക്റ്റീവ്. അടുത്തതാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ആ ഒരു ഓർഗനൈസേഷനിലെ ഓരോ വ്യക്തികൾക്കും അവരുടേതായ ലക്ഷ്യങ്ങൾ കാണും. ഇപ്പോൾ എംപ്ലോയീസിനെ സംബന്ധിച്ച് നല്ല സാലറി, നല്ല റെക്കഗ്നീഷൻ, അതൊക്കെ ആയിരിക്കും എംപ്ലോയീസിന് വേണ്ടത്. അതുപോലെ തന്നെ ഗുഡ് വർക്കിംഗ് കണ്ടീഷൻ. എന്നാൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എന്തായിരിക്കും വേണ്ടത്? പ്രോഫിറ്റ് ആയിരിക്കും വേണ്ടത്. അപ്പം ആ ഒരു ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ കസ്റ്റമേഴ്സിന് എന്താ വേണ്ടത്? ക്വാളിറ്റി ഗുഡ്സ് ആണ്. അപ്പോൾ ആ ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പേഴ്സൺസിൻ്റെയും അവർ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എല്ലാം കമ്പൈൻ ചെയ്ത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നതും മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. അതാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ് വരുന്നത്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പോൾ വെറുതെ സാധാഗതിയിലുള്ള പേഴ്സണൽ ഒബ്ജക്റ്റീവ് അല്ല, എല്ലാ പേഴ്സൺസിൻ്റെയും ഒബ്ജക്റ്റീവും കൂടെ കമ്പൈൻ ചെയ്ത് അതും കൂടെ മനസ്സിലാക്കി അതും കൂടെ അംഗീകരിച്ച് ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് ഫ്രെയിം ചെയ്യുക എന്നതും മാനേജ്മെൻറ്റിൻ്റെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ഇത്രയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്, പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In a group discussion conducted for the selection of students of MBA course of the University of Kerala on a topic, management discipline, a science or a profession. മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണോ അതോ എന്താണ്, ഒരു വിദഗ്ധ തൊഴിലാണോ? ഓക്കെ, ഈ ഒരു ഡിസ്കഷനിൽ മിസ്റ്റർ രാജു എന്താണ് പറഞ്ഞത്? മാനേജ്മെൻറ്റ് ഒരു സയൻസാണ്. എന്നാൽ വേണു പറഞ്ഞു മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനാണ്. അപ്പം നമ്മളോട് ഈ ഒരു കേസ് തന്നിട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? മാനേജ്മെൻറ്റ് ആസ് എ സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യണം, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷനും എക്സ്പ്ലെയിൻ ചെയ്യണം. ഇതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ട് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സ്റ്റേറ്റ് 4 പോയിൻറ്റ്സ് ദാറ്റ് വാലിഡേറ്റ് മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്. മാനേജ്മെൻറ്റ് ഒരു ശാസ്ത്രമാണെന്ന് വാലിഡേറ്റ് ചെയ്യുന്ന പോയിൻറ്റ്സ് പറയാൻ. അതുപോലെ തന്നെ ഇൻ ഓർഡർ ടു ബി റെക്കഗ്നൈസ്ഡ് ആസ് എ സയൻസ് എ സബ്ജക്ട് ഷുഡ് ഹാവ് ഫോളോയിങ് ഫീച്ചേഴ്സ്. എന്താണ്? ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്, ഒരു ക്രമപ്രകാരമുള്ള വിജ്ഞാന ശാഖയായിരിക്കണം. പിന്നെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, കാര്യകാരണ ബന്ധം കാണണം. പ്രിൻസിപ്പിൾസ് വേരിഫയബിൾ ആയിരിക്കണം. ഓക്കെ, പരിശോധിക്കാവുന്ന ആയിരിക്കണം. ഇറ്റ് ഷുഡ് ഗീവ് പ്രഡിക്റ്റബിൾ റിസൾട്ട്, എപ്പോഴും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു റിസൾട്ട് തരണം. ഇതൊക്കെ സയൻസിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സയൻസിൻ്റെ ഫീച്ചേഴ്സൊക്കെ വെച്ചിട്ട് മാനേജ്മെൻ്റ് ഒരു സയൻസാണ് അല്ലയോ എന്ന് പറയാനാണ്. അപ്പം മാനേജ്മെൻ്റ് ഒരു സയൻസാണ്. സോ മാനേജ്മെൻറ്റ് ആസ് എ സയൻസിൻ്റെ പോയിൻറ്റ്സ് എഴുതണം ഇവിടെ. അതുപോലെ വീണ്ടും ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്.
മാനേജ്മെൻറ്റ് പ്രൊഫഷനാണോ സയൻസ് ആണോ ആർട്ടാണോ വാലിഡേറ്റ് ചെയ്യുക. ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസിനും വേണ്ടി നമുക്ക് മാനേജ്മെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് പഠിക്കാം. ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല, എന്നാലും ചോദിക്കാം. അതും എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി അങ്ങനെ ചോദിച്ചില്ലെങ്കിൽ തന്നെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാ ട്രിപ്പും പരീക്ഷയ്ക്ക് വരുന്ന ക്വസ്റ്റ്യനാണ് മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്, പ്രൊഫഷൻ, സയൻസ്, ഇതിലേതെങ്കിലും ഒന്ന്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിച്ചിരിക്കുക. മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട്. മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ട് എന്ന് പറയുമ്പോൾ 3 പോയിൻറ്റ്സാണ് വരുന്നത്. ഫസ്റ്റ്, എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്, ഒരു വിജ്ഞാന ശാഖയുടെ പിൻബലം കാണണം. പിന്നെ പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. നമുക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും കാണണം. ആർട്ടിലും നമ്മൾ പഠിക്കുന്നുണ്ട്, മാനേജ്മെൻറ്റിലും പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു തിയറി എല്ലായിടത്തും ഉണ്ട്. ഇനി നമ്മൾ വെറുതെ തിയറി പഠിക്കുകയല്ല, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷനാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് യുക്തമെന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷന് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് എന്തു വേണം? പ്രാക്ടീസും ക്രിയേറ്റിവിറ്റിയും വേണം. അപ്പോൾ ആർട്ടിൻ്റെ കേസിലും ഇത് സത്യമാണ്, ഒരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്ന ഒരു കേസിലും ഇത് സത്യമാണ്. മാനേജേഴ്സ് ഓരോ സിറ്റുവേഷനും ഓർഗനൈസേഷന് പുതിയതായിരിക്കും, അതനുസരിച്ചാണ് മാനേജേഴ്സ് ഓരോ കേസസും അപ്ലൈ ചെയ്യുന്നത്. അതുപോലെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള മാനേജേഴ്സിന് നല്ല രീതിയിൽ കൂടുതൽ ഇഷ്യൂസ് നല്ല രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം മാനേജ്മെൻറ്റ് ആസ് ആൻ ആർട്ടിൻ്റെ 3 പോയിൻറ്റ്സാണ്. എക്സിസ്റ്റൻസ് ഓഫ് തിയററ്റിക്കൽ നോളജ്, പേഴ്സണലൈസ്ഡ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ഓൺ പ്രാക്ടീസ് ആൻഡ് ക്രിയേറ്റിവിറ്റി. ഇതിനെല്ലാം ബേസ് ചെയ്ത് ലാസ്റ്റ് സമ്മറൈസ് ചെയ്ത് പറയുക, ഈ ഫീച്ചേഴ്സ് എല്ലാം മാനേജ്മെൻറ്റിനുണ്ട്. സോ മാനേജ്മെൻറ്റ് ഒരു ആർട്ടാണെന്ന് പറയാൻ പറ്റും. സെക്കൻഡ്, മാനേജ്മെൻറ്റ് ആസ് എ സയൻസ്. മാനേജ്മെൻറ്റ് ഒരു ശാസ്ത്രം, സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ്, ഒരു ക്രമപ്രകാരമുള്ള വിജ്ഞാന ശാഖയാണ്. എല്ലാത്തിനും ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പൊക്കെ മാനേജ്മെൻറ്റിലും വരുന്നുണ്ട്. കാര്യകാരണ ബന്ധങ്ങൾ ഇങ്ങനെ സംഭവിച്ചാൽ അതിനുള്ള കാരണം ഇതായിരിക്കുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അതിനൊരു സൊല്യൂഷൻ മാനേജേഴ്സ് നേരത്തെ തന്നെ പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ട് കണ്ടുപിടിച്ച് വെക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഒരു സിസ്റ്റമാറ്റൈസ്ഡ് ബോഡി ഓഫ് നോളജ് ആണ്. സെക്കൻഡ്, പ്രിൻസിപ്പിൾസ് ബേസ്ഡ് ഓൺ എക്സ്പെരിമെൻറ്റേഷൻ. പരീക്ഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള തത്വങ്ങളാണ് സയൻസിലുള്ളത്, മാനേജ്മെൻറ്റിലും അതെ. അടുത്ത ചാപ്റ്ററിൽ നമ്മൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പഠിക്കും. ഒരുപാട് എക്സ്പെരിമെൻറ്റ് നടത്തിയാണ് ഈ ഒരു പ്രിൻസിപ്പിൾസൊക്കെ ഫോം ചെയ്തിട്ടുള്ളത്. യൂണിവേഴ്സൽ വാലിഡിറ്റി. സയൻസിൻ്റെ പ്രിൻസിപ്പിൾസിന് യൂണിവേഴ്സൽ വാലിഡിറ്റി ഉണ്ട്. അതുപോലെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ പ്രിൻസിപ്പിൾസിനും യൂണിവേഴ്സൽ വാലിഡിറ്റിയാണ്. ഒരിടത്ത് പറയുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പോൾ എന്താണ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് മാനേജ്മെൻറ്റിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളും നമുക്ക് കൺസ്ട്രക്ഷൻ റിലേറ്റഡ് മാനേജ്മെൻറ്റിലും അപ്ലൈ ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരും, ബട്ട് സ്റ്റിൽ ആ മെയിൻ പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റും. അതാണ് യൂണിവേഴ്സൽ വാലിഡിറ്റി, എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫീച്ചേഴ്സൊക്കെ പറഞ്ഞ് മാനേജ്മെൻറ്റ് ഒരു സയൻസ് ആണെന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ്, മാനേജ്മെൻറ്റ് ആസ് എ പ്രൊഫഷൻ. മാനേജ്മെൻറ്റ് ഒരു വിദഗ്ധ തൊഴിലാണ്. എന്താണ് കാരണം? ഫസ്റ്റ് വൺ, വെൽ ഡിഫൈൻഡ് ബോഡി ഓഫ് നോളജ്. ഒരു പ്രൊഫഷന് ഒരു പ്രത്യേക പഠനശാല കാണും. ഇവിടെ മാനേജ്മെൻറ്റിനും പ്രത്യേക പഠനശാഖയുണ്ട്, മാനേജ്മെൻറ്റ് കോഴ്സുകളുണ്ട് പഠിക്കാൻ. സെക്കൻഡ്, റെസ്ട്രിക്റ്റഡ് എൻട്രി. പ്രൊഫഷനിലോട്ട് കടക്കുന്ന ആ ഒരു എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്, എല്ലാവർക്കും കടക്കാൻ പറ്റില്ല. എക്സാം പാസ്സായവർക്ക്, ഒരു പ്രത്യേക എക്സാം പാസ്സായവർക്ക് മാത്രം, ഇപ്പം MBBS പാസ്സായവർക്ക് മാത്രമേ ഡോക്ടർ ആവാൻ പറ്റുള്ളൂ. അതുപോലെ മാനേജ്മെൻറ്റ് MBA പാസ്സായവർക്ക് മാത്രമേ മാനേജേഴ്സ് ആവാൻ പറ്റുള്ളൂ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ്, എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. അടുത്തതാണ് പ്രൊഫഷണൽ അസോസിയേഷൻ. ഒരു പ്രൊഫഷണൽ അസോസിയേഷൻ ലഭിക്കും നമ്മൾ എന്താണ് ഏതെങ്കിലും ഒരു പ്രൊഫഷനിലോട്ട് കയറുമ്പം. ഇപ്പോൾ അഡ്വക്കേറ്റ്സ് ഒരു പ്രൊഫഷണൽസ് ആണ്, അവർക്ക് അവരുടേതായ അസോസിയേഷൻ ഉണ്ട്, ബാർ കൗൺസിൽ എന്നും പറഞ്ഞ്. അതുപോലെ മാനേജേഴ്സിനും അസോസിയേഷനുണ്ട്. എക്സാമ്പിൾ അമേരിക്കൻ മാനേജ്മെൻറ്റ് അസോസിയേഷൻ. എല്ലാ മാനേജേഴ്സും ആ ഒരു അസോസിയേഷൻ്റെ മെമ്പർഷിപ്പ് എടുത്തവരായിരിക്കും. അതുപോലെ പ്രൊഫഷനുള്ളൊരു ഫീച്ചറാണ് എത്തിക്കൽ കോഡ് ഓഫ് കണ്ടക്ട്. ഒരു പ്രത്യേക പെരുമാറ്റച്ചട്ടം പ്രൊഫഷനുള്ളവർക്ക് കാണും, മാനേജേഴ്സിനും അതുണ്ട്. ഇനി സർവീസ് മോട്ടീവ്. പ്രൊഫഷൻ്റെ അടുത്തൊരു മോട്ടീവാണ് സർവീസ്, ആളുകളെ സേവിക്കുക. മാനേജേഴ്സിനും സർവീസ് തന്നെയാണ് അവരുടെ മോട്ടീവ്. ഓക്കെ, ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങൾ നടത്തുമ്പോഴും എംപ്ലോയീസിനെയും കസ്റ്റമേഴ്സിനെയും എല്ലാവരെയും അവർ പരിഗണിച്ചാണ് മാനേജേഴ്സ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത്. സോ അവർക്ക് ഒരു സർവീസ് മോട്ടീവ് ഉണ്ട്. സോ ഈ ഒരു ഫീച്ചേഴ്സൊക്കെ വെച്ച് നമുക്ക് പറയാം മാനേജ്മെൻറ്റ് ഒരു പ്രൊഫഷനുമാണെന്ന്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് പോർഷനാണ് ഫീച്ചേഴ്സ് ഓഫ് മാനേജ്മെൻറ്റ്. പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഓരോ കേസസ് തന്നിട്ട് ഏതാണ് മാനേജ്മെൻറ്റ് സയൻസ് ആണോ പ്രൊഫഷനാണോ എന്നൊക്കെ ചോദിക്കുക. എല്ലാത്തിനും നമുക്ക് ഈ പോയിൻറ്റ്സ് തന്നെ പഠിച്ചെഴുതിയാൽ മതി. നെക്സ്റ്റ്, ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റിനെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നെയിം ദ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് വിച്ച് ഹാസ് ഡയറക്റ്റ് കോൺടാക്റ്റ് വിത്ത് ഓപ്പറേറ്റീവ് എംപ്ലോയീസ്. എംപ്ലോയീസായിട്ട് ഡയറക്റ്റ് കോൺടാക്റ്റ് വരുന്ന മാനേജ്മെൻറ്റ് ലെവൽ എന്താണ്? അവരുടെ വേരിയസ് ഫങ്ഷൻസ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റാണ്, ഫങ്ഷൻസ് നമുക്ക് പയ്യെ പറയാം. അതുപോലെ മിസ്റ്റർ മനോജ് ഈസ് ആൻ ഓഫീസർ ഓഫ് മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ്. ഹീസ് എൻട്രസ്റ്റഡ് വിത്ത് ദ ടാസ്ക് ഓഫ് ടേക്കിംഗ് കീ ഡിസിഷൻസ് ഇൻ ദ ഓർഗനൈസേഷൻ. കീ ഡിസിഷൻ എടുക്കുന്ന ആരാണ്? ടോപ്പ് മാനേജ്മെൻറ്റാണ്. അവരുടെ ഫങ്ഷൻസും പറയാൻ പറഞ്ഞിട്ടുണ്ട്.
അടുത്ത് ഓൾ ഫങ്ഷണൽ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് കംസ് അണ്ടർ ദിസ് കാറ്റഗറി. ഏതാണ്? മിഡിലാണ്. ഓക്കെ. അതുപോലെ ലിസ്റ്റ് ഔട്ട് ആൻഡ് എക്സ്പ്ലെയിൻ വേരിയസ് മാനേജീരിയൽ ഫങ്ഷൻസ് ടു ബി പെർഫോംഡ് ഇഫ് യു ആർ അപ്പോയിൻറ്റഡ് ആസ് എ മാനേജർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടാൽ ഏത് ജനറൽ മാനേജറായിട്ടാണ് എന്ന് നമുക്കിവിടെ അസ്യൂം ചെയ്യേണ്ടി വരും. കാരണം പ്രത്യേക ഒരു പോസ്റ്റ് പറയുന്നില്ല. ജനറൽ മാനേജർ ആണെങ്കിൽ ടോപ്പാണ്. അപ്പം അവർ പെർഫോം ചെയ്യേണ്ട ഫങ്ഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. മിസ്റ്റർ ജോജോ വാസ് എ പ്രൊഡക്ഷൻ മാനേജർ ഓഫ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. പ്രൊഡക്ഷൻ മാനേജർ ഒരു പർട്ടിക്കുലർ കാര്യത്തിൻ്റെ മാത്രം മാനേജറാണ്. അപ്പം മിഡിൽ ലെവലാണ് അവരുടെ ഫങ്ഷൻസ്. അതുപോലെ തന്നെ പല പേഴ്സണൽസിനെ തന്നിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റിംഗ് മാനേജർ, ഫോർമാൻ, സൂപ്പർവൈസർ, ഇവരൊക്കെ ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിലാണെന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് തന്നിട്ടുണ്ട്. ഇപ്പം മാർക്കറ്റിംഗ് മാനേജരും പേഴ്സണൽ മാനേജരും മിഡിലാണ്. ജനറൽ മാനേജറും ചെയർമാനും ടോപ്പ് ലെവൽ മാനേജേഴ്സാണ്. ഫോർമാനും സൂപ്പർവൈസേഴ്സും ലോവർ ലെവൽ മാനേജേഴ്സാണ്. ഓക്കെ. അപ്പം ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ തന്നെയാണ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ, ടോപ്പ് മാനേജ്മെൻറ്റ്. ഏറ്റവും മുകളിലത്തെ ഉന്നത പദവി വഹിക്കുന്ന മാനേജേഴ്സാണ് ടോപ്പ് മാനേജേഴ്സ്. ഓക്കെ. അവരുടെ എക്സാമ്പിൾസ് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഈ പേരൊക്കെ ചോദിച്ചിട്ട് ഇവർ ഏത് ലെവൽ ഓഫ് മാനേജ്മെൻ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ വരാം. ഓക്കെ. എന്തൊക്കെയാണ്? ചെയർമാൻ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ, പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്. ഇനി ഇവരുടെ മെയിനായിട്ട് നടത്തുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ്? പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക, ഓർഗനൈസേഷന് മൊത്തത്തിലുള്ള സർവൈവലിന് വേണ്ടി പരിശ്രമിക്കുക, ബിസിനസ് എൻവയോൺമെൻറ്റ് അനലൈസ് ചെയ്യുക, ഓർഗനൈസേഷൻ്റെ ഗോൾസ് സ്ട്രാറ്റജീസും ഒക്കെ ഫ്രെയിം ചെയ്യുക. ഇതൊക്കെയാണ് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ സ്പെഷ്യലൈസ് ആയിട്ടുള്ള ഫങ്ഷൻസ്. ഇനി അടുത്തത് മിഡിൽ മാനേജ്മെൻറ്റ്. ഇവർ ടോപ്പ് മാനേജേഴ്സിൻ്റെയും ലോവർ ലെവൽ മാനേജേഴ്സിൻ്റെയും നടുവിൽ നിൽക്കുന്നവരാണ്. ഓക്കെ. അപ്പോൾ അവരുടെ മെയിനായിട്ടുള്ള അവർക്ക് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഡിവിഷൻ ഹെഡ്സാണ് ഇവർ മെയിനായിട്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ ഹെഡ്, അല്ലെങ്കിൽ സെയിൽസിൻ്റെ ഹെഡ്, ഫിനാൻസിൻ്റെ ഹെഡ്, അങ്ങനെയൊക്കെ വരുന്നവരാണ് മിഡിൽ മാനേജ്മെൻറ്റ് വരുന്നത്. അവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? ഇൻ്റർപ്രറ്റ് ദ പോളിസീസ് ഫ്രെയിംഡ് ബൈ ടോപ്പ് മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റ് ഉണ്ടാക്കുന്ന പോളിസീസ് ഇൻ്റർപ്രറ്റ് ചെയ്യുക. എൻഷുർ ദാറ്റ് ദെയർ ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് നെസസറി പേഴ്സണൽ. അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഇപ്പോൾ പ്രൊഡക്ഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെയാണ് ഒരാൾ ഹെഡ് ആയിരിക്കുന്നതെങ്കിൽ ആ പ്രൊഡക്ഷനിൽ ആവശ്യത്തിന് ആൾക്കാർ, ജോലിക്ക് ആവശ്യത്തിന് എംപ്ലോയീസ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അസൈൻ നെസസറി ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ടോപ്പ് മാനേജ്മെൻറ്റ് ഫ്രെയിം ചെയ്ത പോളിസീസ് ഉണ്ടല്ലോ, അത് നടത്താൻ വേണ്ടിയുള്ള ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസും ഒക്കെ അസൈൻ ചെയ്ത് കൊടുക്കുക. മോട്ടിവേറ്റ് ചെയ്യുക അവരിത് നടത്താൻ വേണ്ടി. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സുമായിട്ട് കോപ്പറേറ്റ് ചെയ്യുക. ഇനി ലോവർ ലെവൽ ഫസ്റ്റ് ലൈൻ മാനേജേഴ്സൊക്കെ അവരുടെ ആക്ടിവിറ്റീസിന് റെസ്പോൺസിബിൾ ആയിരിക്കുക. ഇതൊക്കെയാണ് മിഡിൽ മാനേജ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ്. ഇനി അടുത്ത് സൂപ്പർവൈസറി അഥവാ ഓപ്പറേഷണൽ ലെവൽ മാനേജ്മെൻറ്റ്. ഏറ്റവും ലോവർ ലെവൽ മാനേജ്മെൻറ്റാണ്. ഇവരിൽ ആരൊക്കെയാണ് വരുന്നത്? സൂപ്പർവൈസേഴ്സാണ് മെയിനായിട്ട് ഇവരിൽ വരുന്നത്. ഓക്കെ. ഇവരുടെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ്? വർക്ക് ഫ്ലോ മാനേജ് ചെയ്യുക. എംപ്ലോയീസുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുമായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസൊക്കെയാണ് ഇവർക്ക് വരുന്നത്. വർക്ക് ഫ്ലോ മാനേജ് ചെയ്യുക, പുതിയ എംപ്ലോയീസ് വരുമ്പോൾ അവരെ ട്രെയിൻ ചെയ്യുക, അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കുക, എംപ്ലോയീസ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റിസോൾവ് ചെയ്യുക, എംപ്ലോയീസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് റെസ്പോൺസിബിൾ ആയിരിക്കുക. ഇതൊക്കെയാണ് സൂപ്പർവൈസറി ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ടോപ്പ് പ്ലാൻസൊക്കെ ഫോർമുലേറ്റ് ചെയ്യുന്നു, മിഡിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നു, സൂപ്പർവൈസറി ലെവൽ മാനേജ്മെൻറ്റ് അത് എംപ്ലോയീസിനെ കൊണ്ട് ചെയ്യിക്കുന്നു. ഓക്കെ. ഇനി ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ടും വരുന്നത് ഓരോ ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് അതിൻ്റെ ഫങ്ഷൻസും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. ഇപ്പോൾ ഒരുപാട് മാർക്കിൻ്റെ ഇപ്പോൾ എസ് എ ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഫങ്ഷൻസിൻ്റെ കൂടെ ജനറൽ ഫങ്ഷൻസ്, ഏത് ലെവൽ ഓഫ് മാനേജ്മെൻ്റ് ആണെങ്കിലും അവരെല്ലാം ഫോളോ ചെയ്യുന്ന ചില ഫങ്ഷൻസാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് അഥവാ ജനറൽ ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്. നമ്മളിനി വരുന്ന ചാപ്റ്റേഴ്സിലെല്ലാം ഇത് തന്നെ പഠിക്കുന്നത്. സോ സെപ്പറേറ്റ് ഇതെന്നാണെന്ന് പഠിക്കേണ്ട. ഇത്രയാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ്, അതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുക. പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ്. പിന്നെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഓക്കെ. ചെറിയ മാർക്കിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ള 4 പോയിൻ്റൊക്കെ പഠിച്ചു വെക്കുക. മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിങ് ഗ്രൂപ്പ് ഗോൾസ്. ഒരു ഗ്രൂപ്പിൻ്റേതായ ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ. ഇപ്പം ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്, ഒരുപാട് പേരുണ്ട്. എംപ്ലോയീസ് ഉണ്ട്, മാനേജേഴ്സ് ഉണ്ട്, ബോർഡ് മെമ്പേഴ്സ് ഉണ്ട്, കസ്റ്റമേഴ്സ് ഉണ്ട്. എല്ലാവരുടെയും ഗോള് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കാം. പിന്നെ എഫിഷ്യൻസി, ഓർഗനൈസേഷൻ്റെ എഫിഷ്യൻസി കൂട്ടുക, പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുക, സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്തൊക്കെ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. സിഗ്നിഫിക്കൻസ് ആണ്. കുറച്ച് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. സജസ്റ്റ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടെർമിനോളജി ടു ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് ഇൻ്റഗ്രേറ്റിംഗ് ഓൾ ദ ആക്ടിവിറ്റീസ് ഓഫ് എ കൺസേൺ ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ഇറ്റ്സ് വർക്കിംഗ് ആൻഡ് സക്സസ്.
ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഏകീകരിക്കുന്ന ആ ഒരു കാര്യത്തിന് പറയുന്ന പേരെന്താണ്? കോർഡിനേഷൻ. സെക്കൻഡ്, വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് കോർഡിനേഷൻ? കോർഡിനേഷൻ്റെ എലമെൻ്റ് അല്ലാത്തത്. ഇൻ്റഗ്രേഷൻ, ബാലൻസിങ്, പ്രോപ്പർ ടൈമിംഗ് ഇതൊക്കെ കോർഡിനേഷൻ്റെ ഭാഗമാണ്. ഡയറക്റ്റിംഗ് ആണ് കോർഡിനേഷൻ്റെ എലമെൻ്റ് അല്ലാത്തത്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ദ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കം അണ്ടർ ദ കാറ്റഗറി ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് പ്ലാൻസ് ഡേ ടു ഡേ ആക്ടിവിറ്റീസ്. ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഈസ് ഓൾസോ നോൺ എസ് സൂപ്പർവൈസറി മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റ് ഈസ് അക്കൗണ്ടബിൾ ടു എംപ്ലോയീസ്. ഇതിലേതാണ്? ലോവർ ലെവൽ മാനേജ്മെൻറ്റ് സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് ആണെന്ന് അറിയപ്പെടുന്നു എന്നുള്ളതാണ് അത് മാത്രമേ കറക്റ്റ് ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം റോങ് ആണ്. മിസ്റ്റർ ഗൗതം കൃഷ്ണ ഈസ് ദ പ്രൊഡക്ഷൻ മാനേജർ ഓഫ് എ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി. ഹി ഈസ് ഓൾവേസ് മെയിൻറ്റെയിനിങ് എ ക്ലോസർ വാച്ച് ഓൺ ഡേ ടു ഡേ പെർഫോമൻസ് ഓഫ് ഹിസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഡേ ടു ഡേ പെർഫോമൻസ് നോക്കുന്ന ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? മിഡിൽ ലെവൽ മാനേജേഴ്സ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 5. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്? റിപ്പോർട്ടിംഗ് ടു ടോപ്പ് മാനേജ്മെൻറ്റ് അവർ ചെയ്യേണ്ടതാണ്. പാർട്ടിസിപ്പേറ്റ് ഇൻ ഓപ്പറേഷണൽ ഡിസിഷൻസ് ചെയ്യാറുണ്ട്. ലേസ് ഡൗൺ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻ്റർപ്രൈസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ലേസ് ഡൗൺ ചെയ്യുക. ഡയറക്റ്റിംഗ് ദ മാനേജേഴ്സ് അറ്റ് ലോവർ ലെവൽസ്. അപ്പം ആൻസർ ലേസ് ഡൗൺ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എൻ്റർപ്രൈസ്. ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് ടോപ്പ് മാനേജ്മെൻറ്റ് മാത്രമേ ഫോർമുലേറ്റ് ചെയ്യാറുള്ളൂ. അതാണ് ഇവിടെ മിഡിൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ അല്ലാത്തത്. അടുത്ത ക്വസ്റ്റ്യൻ, മിസ്റ്റർ സേതുമാധവൻ ഈസ് വർക്കിംഗ് ആസ് എ foreman in a shoe manufacturing company. He supervises 8 employees under him and makes the day-to-day production plan. ഓക്കെ, അപ്പോൾ എംപ്ലോയീസുമായിട്ട് ഡയറക്റ്റ് ഡീൽ ചെയ്യുന്ന മാനേജ്മെൻ്റ് ആണ്. അതേതാണ്? ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. അടുത്ത്, ഫോർമാൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് ലെവൽ മാനേജ്മെൻറ്റ്. ഒന്നും പറയാനില്ല, ലോവർ ലെവൽ. ദ പ്രോസസ് ബൈ വിച്ച് മാനേജർ സിങ്ക്രണൈസസ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്ന ഫംഗ്ഷന് പറയുന്ന പേരെന്താ? കോർഡിനേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്? പ്ലാൻസ്, പോളിസീസ് ടോപ്പാണ് ചെയ്യുന്നത്. ഡയറക്റ്റ്ലി ഓവർസീ വർക്ക് ഫോഴ്സ് അത് ലോവറിലാണ്. കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ഓർഗനൈസേഷൻ, അതാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ കറക്റ്റ് ആൻസർ കോപ്പറേറ്റ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഫോർ സ്മൂത്ത് ഫംഗ്ഷനിങ് ഓഫ് ദ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് എ മാനേജർ ഡസ് ഇൻ ഇന്ത്യ ഈസ് ദ സെയിം ആസ് വാട്ട് എ മാനേജർ പ്രാക്ടീസസ് ഇൻ US. Which characteristics of management is well justifies the above statement? പെർവാസീവ്നെസ് ആണ്. മാനേജ്മെൻറ്റ് ഈസ് ഓൾ പെർവാസീവ്. എല്ലായിടത്തും മാനേജ്മെൻ്റ് ഉണ്ട്. മാനേജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് US-ലുള്ളവരും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ ഏതൊരു ഫീച്ചറാണ് അവിടെ വരുന്നത്? പെർവാസീവ്നെസ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ്. ഇനിയും ക്വസ്റ്റ്യൻസ് ആണ്, പക്ഷേ ഇത്രയൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റും നേച്ചർ ഓഫ് മാനേജ്മെൻ്റ് ആണ്. രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കുക.